മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണെന്ന് ഞാൻ പറഞ്ഞത് ദുആ. ഏത് കാര്യം നിർവഹിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയോടെ ഒരു പ്രാർത്ഥനയുണ്ടാകണം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അവർക്ക് ആ കാലഘട്ടത്തിൽ കഴിയുന്ന ക്രമത്തിൽ മകനും ഇസ്മാഈലും പിതാവ് ഇബ്രാഹീമും ചേർന്ന് കഅബയുടെ അസ്ഥിവാരം പടുത്തുയർത്തുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് അതിൻ്റെ പിന്നിൽ. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ ഈ പ്രവൃത്തി സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നീ എന്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തൗബ സ്വീകരിച്ച് അതിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമേ. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അപ്പോൾ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് പിന്തുടരുന്ന എല്ലാവരും അവരെന്ത് കാര്യം ചെയ്യുന്നതും അള്ളാഹു ഇത് സ്വീകരിക്കും എന്ന ദൃഢ ഈമാനിലും ഉറപ്പിലുമാണ്. എന്നിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ഇത് സ്വീകരിക്കണം, അതിൻ്റെ കുറവുകൾ പരിഹരിക്കണം, എല്ലാ ന്യൂനതകളും പുറത്തു മാപ്പാക്കി തരണം, അത് നിജപ്പെടുത്തണം, അതിൻ്റെ എല്ലാം ഫലം നീ അനുഭവിക്കാൻ ആശ്വാസം നൽകണം, ആയുസ് നൽകണം, ജനങ്ങൾക്ക് നന്മ നൽകണം എന്നൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അങ്ങനെയാണ് കഴിഞ്ഞ 29 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്. ഖുർആൻ നമുക്ക് ആദ്യമായി ലഭിച്ച ഒരു പ്രതീതിയാണ് റമദാൻ 1 നമ്മൾ ഖുർആൻ കയ്യിലേക്ക് എടുക്കുമ്പോഴേ. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മുതൽ നമ്മൾ വായിക്കാൻ തുടങ്ങി. അത് നമ്മൾ വായിക്കും തോറും അള്ളാഹുവിൻ്റെ വചനം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്ത ശബ്ദം അത് നമ്മുടെ ചെവികളിൽ വന്നടിക്കുകയാണ്. നമ്മളത് കേൾക്കുകയാണ്, ആദ്യമായി കേൾക്കുന്നത് പോലെ. എന്നിട്ട് നാം ഇനി അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. ഏതിനു വേണ്ടി? ഖുർആനിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ, അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ ബിൽ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഖുർആൻ കൊണ്ട് വെളിച്ചമാക്കണമേ, പ്രകാശിപ്പിക്കണം. വസയ്യിൻ അഖ്ലാഖനാ ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ സ്വഭാവത്തെ നീ സൗന്ദര്യമാക്കി മാറ്റണം, നല്ല ഭംഗിയാക്കണം. ഖുർആനാണ് സ്വഭാവം. വനജ്ജിനാ മിനന്നാരി ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. വഅദ്ഖിൽനാ ഫിൽ ജന്ന ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് നീ സ്വർഗത്തിൽ കടത്തേണമേ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന ലനാ ഫിദ്ദുനിയാ ഖരീന. ദുനിയാവിൽ ഈ വിശുദ്ധ ഖുർആനിനെ ഞങ്ങൾക്ക് കൂട്ടുകാരനാക്കി മാറ്റണം. വഫിൽ ഖബരി മൂനിസൻ. ഖബറിൽ നേരം പോക്കുകാരനാക്കണം. ഞങ്ങളുടെ ഒറ്റപ്പെടലിന് മാറ്റുമാറ് ഞങ്ങളുടെ ജീവിതത്തിൽ ഖബറിൽ ഖുർആനിനെ നീ മാറ്റി തീർക്കണം. വഅലസ് സിറാത്തി നൂറ. ഹിസാബിൻ്റെ ദിവസം സിറാത്തിലൂടെ കടക്കുമ്പോൾ വെളിച്ചമായി ഖുർആൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഫിൽ ജന്നത്തി റഫീഖ. സ്വർഗത്തിൽ കൂട്ടുകാരനായി നീ ഖുർആനിനെ നൽകണം. വമിനന്നാരി സിത്റ. നരകാഗ്നിയിൽ നിന്ന് മറയാക്കി മാറ്റണം ഖുർആനിനെ. വഹിജാബൻ
വൈലൽ ഖൈറാത്തി കുല്ലിഹാ ദലീല, നരകാഗ്നിയിൽ നിന്നും മറയും ശക്തമായ ഒരു ഭിത്തിയുമാക്കി മാറ്റണം. ഞങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളിലും ഖുർആൻ ദലീലാകണം. വർസുഖ്നാ അദാഅൻ ബിൽ ഖൽബി വൽ ലിസാനി വഹുബ്ബിൽ ഖൈരി വസ്സആദത്തി വൽ ബശാറത്തി മിനൽ ഈമാൻ. ഈ ഖുർആനിനെ ഞങ്ങളുടെ ജീവിതത്തിൽ മധുരമുള്ളതാക്കണം. എല്ലാത്തിലും ഞങ്ങൾക്ക് വെളിച്ചമായി വരണം. ഞങ്ങളുടെ ഹൃദയത്തിന് അതൊരു വസന്തമാകണം. കാഴ്ചയ്ക്ക് ഒരു വെളിച്ചം, പ്രകാശം, ഇതൊക്കെ നൽകണം എന്ന് നമ്മൾ ഈ കഴിഞ്ഞ 28 ദിവസവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയവരാണ്. അത് ഇന്ന് മുതൽ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് അതൊന്ന് പ്രത്യേകിച്ച് എടുത്തുണർത്തിയത്. ഖുർആൻ എടുത്ത് നോക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിനെയാണ്. അത് പാരായണം ചെയ്യുമ്പോൾ കേൾക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് ഓതിക്കൊടുത്ത ഖിറാഅത്താണ്. നമ്മൾ ഒരു പരിധിവരെ ഈ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ആയിരിക്കണം മുസ്ലിം ലോകം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.